നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിന്നേ കണ്ടോ മീൻ ഒന്ന് റെഡിയാക്കാൻ പോവാം. പകുതി വെട്ടിയൊക്കെയാണ് കിട്ടിയേക്കുന്നത്, എന്നാലും നമുക്കിത് ക്ലീൻ ചെയ്യണം. കണ്ടോ, ഇപ്പൊ മത്തിക്ക് മുട്ടയൊക്കെ ഉള്ള സമയം, അപ്പോൾ അതൊന്ന് തോരൻ വെക്കുന്ന എങ്ങനെയാന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണേ. നേരത്തേത് കുറച്ച് മീനിന്റെ മുട്ട ഞാനിതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തിയുടെ വേസ്റ്റ് അല്ല ഇല്ലേ, മത്തിയുടെ വേസ്റ്റ് ഒന്നല്ല, ഏത് മീനിൻ്റെയും വേസ്റ്റ് നല്ലതാ. ഞാനിപ്പം മുളകിൻ്റെ ചുവട്ടിലേ ഒരു തടം പോലെ എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലോട്ട് ഇപ്പോൾ അതങ്ങ് കുഴിച്ചിടും. ഉപ്പും ഒക്കെ ഇട്ട് തേച്ച വെള്ളം അതൊഴിക്കല്ലോ കേട്ടോ, കരിഞ്ഞു പോകും. അത് ഉപ്പുവെള്ളമൊക്കെ തെങ്ങിൻ്റെ ചുവട്ടി. പിന്നെ നമ്മുടെ മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് കഴുകി കുട്ടപ്പനാക്കി എടുക്കണം. ഇത്ര കായ്ക്കാത്ത മുളകും കായ്ക്കും, കറിവേപ്പിനും നല്ലതായത് കേട്ടോ. എന്താ മുളകിന്റെ വേരായത്. ഞാൻ മീൻ വെട്ടിയ അന്നേരം കൊണ്ടുവന്ന് അതിന്റെ ചുവട്ടിൽ ഇതുപോലെ കുഴിച്ചിടും. ഇത് നല്ലപോലെ അങ്ങ് മൂടണം. നമുക്ക് മീനെല്ലാം നല്ലപോലെ കഴുകിയെടുക്കാവേ. എന്താ നമ്മുടെ മീൻ കഴുകാൻ വേണ്ടി കണ്ടോ ഉളുമ്പ് നല്ലപോലെ പോകുവേ. അതിനാ ഈ ഓറഞ്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നു. നല്ല പുളിയായിരുന്നു, അരിയല്ല അങ്ങ് മാറ്റാം. ഉപ്പും കൂടെ അങ്ങിട്ട് കൊടുക്കും. നല്ലപോലെ ഓരച്ചങ്ങ് കഴുകിയെടുക്കാം. നമ്മളെ മീൻമുട്ട തോരൻ വെക്കാൻ പോവാ. ഞാനേ ചോപ്പറിനകത്തിലിടാൻ വേണ്ടി ഈ ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നമ്മുടെ ചോപ്പറിനകത്തിലിട്ട് ഇതെല്ലാം ഒന്ന് ഉണ്ടോ. ആദ്യം ഉള്ളിയില്ലേ, ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതാകുമ്പോൾ പൊടി പൊടിയായിട്ട് കിട്ടുവേ. കണ്ടോ, നമ്മുടെ കാന്താരിയും ഉണ്ടമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് നല്ലൊരു മണമാണ് ആ വലിയ മുളകിന്. പിന്നെ ഇഞ്ചി രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് ചോപ്പ് ചെയ്തെടുക്കാം. നല്ല മണം. കാന്താരിയും കുറച്ച് തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, പിന്നെ ഉപ്പ് നീര്, ആവശ്യത്തിന് ഉപ്പും കൂടെ. ഇനി നമുക്ക് നമ്മുടെ മീനിന്റെ മുട്ടയും കൂടെ വാരി ഇതിനകത്തിലോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ടെങ്കിലേ വേറെ കറിയൊന്നും വേണ്ട, നമുക്കിത് മാത്രം കൂട്ടി കഴിക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങയൊക്കെ കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. വറ്റി വരുമ്പോൾ നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോഴതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പേ വെച്ച് ഒന്ന് വേവിക്കാം. നമുക്കിനി ഇത് അടച്ചു വയ്ക്കണം. നമ്മുടെ മീൻ മുട്ടയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടേ. നമുക്ക് ഇതുപോലെ വറ്റി വരുമ്പോൾ വേണം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തവർ കൂടുതൽ എണ്ണ ഒഴിച്ചു, കൊളസ്ട്രോൾ ഉള്ളവർ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. എന്തായാലും നമുക്കൊരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം, അതാണ് ടേസ്റ്റ്. സമയം ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ മീൻമുട്ട തോരൻ റെഡിയായി. വെറുതെ 2 കറിവേപ്പില ഒരു ഡെക്കറേഷന് വേണ്ടി ഇട്ടതാണേ. അടിപൊളിയാ കേട്ടോ, എല്ലാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.